ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എല്ലാവർക്കും തന്നെ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഏത് വയസ്സിലാണ് ചെയ്യേണ്ടത്? ചെറിയ വയസ്സിലാണോ, അല്ലെങ്കിൽ വളർന്നിട്ടാണോ, അല്ലെങ്കിൽ 60 വയസ്സ് കടന്ന് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണോ വേല ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മിനിസ്ട്രി ചെയ്യണമെങ്കിൽ ഏത് വയസ്സാണ് അതിന് കറക്റ്റായിട്ടുള്ള വയസ്സ് എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജ് കാണാൻ. ഏത് വയസ്സാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ നടന്ന ഒരു സംഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂളിൽ ഞാൻ പൊതുവെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെക്കൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇതുപോലെ ഞാൻ ചെറിയ വയസ്സാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന വയസ്സിൽ ഞങ്ങളിങ്ങനെ മിനിസ്ട്രി ഒക്കെ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊക്കെ വളർന്നിട്ട് ഒരു 10 വയസ്സ് കടന്ന പിള്ളേരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതും ഇതേ സംഭവം തന്നെയാണ്. ഞങ്ങളുടെ സ്കൂളിങ് കഴിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും. പിന്നെ ഈ കോളേജ് യൂത്ത് പിള്ളേരെ കാണുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ കോളേജൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാറുണ്ട്. പിന്നെ കുറേ അസൈൻമെൻറ്റും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സെമസ്റ്റർ എക്സാംസ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ മിനിസ്ട്രി എന്ന് പറയുന്നത് സാധ്യമില്ലാത്തൊരു കാര്യമാണ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ജോലിയിൽ കയറിയ ശേഷം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഈ കോളേജ് കഴിഞ്ഞ പിള്ളേർ ഇങ്ങനെ ജോലിക്കൊക്കെ കയറി ഒരുമാതിരി സെറ്റിലായ പിള്ളേരോട് ചോദിക്കുമ്പോൾ, ബ്രദറെ, ഞാനിപ്പോൾ മിനിസ്ട്രി ചെയ്ത് തുടങ്ങിയാൽ പലപ്പോഴും അതിന് പല പ്രശ്നങ്ങൾ വരും. എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയൊക്കെ ആയ ശേഷം ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് മിനിസ്ട്രി ചെയ്താൽ അത് ഇങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയായിരിക്കും, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയും. ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ബിസിയാണ് ബ്രദർ, ഭാര്യയും കൊച്ചുങ്ങളായിട്ട് ബിസിയാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചർച്ചയിൽ വരുന്നത് വലിയ കാര്യമാണ്, ഇതിൻ്റെ ഇടയ്ക്ക് മിനിസ്ട്രി ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമില്ലാത്ത കാര്യമാണെന്ന് പറയും. ഇങ്ങനെ ഓരോ വയസ്സ് കടന്നു പോകും തോറും എന്തെങ്കിലുമൊക്കെ പറയാൻ റീസൺസ് ഉണ്ട്. പിന്നെ ഒരു 50 വയസ്സൊക്കെ കടക്കുമ്പോൾ പലരും പറയുന്നത് ഇനി ഒരു 10 കൊല്ലം കൂടി ഉണ്ട്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മളെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഈസി ആയിട്ട് മിനിസ്ട്രി ചെയ്യാൻ സാധിക്കും. സോ റിട്ടയർമെൻ്റ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, പിന്നെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല. പക്ഷേ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പലരും പറയുന്നത് BP ആയി, ഷുഗറായി, പിന്നെ കുറേ ബോഡിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, വളരെ ദൂരം നടക്കാൻ സാധിക്കില്ല, മുട്ടുവേദനയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് മുഴുവൻ തന്നെ തീരും. പിന്നീട് അവർക്ക് ആർക്കും തന്നെ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിച്ചാലും കഴിയാത്ത അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവർക്ക് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ചെയ്യുന്നത് ഏത് വയസ്സിലാണെന്നുള്ള കൺഫ്യൂഷൻ ഇന്ന് വരെ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. സോ ബൈബിളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ മിനിസ്ട്രി ചെയ്യാൻ യാതൊരു വയസ്സും തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നു. ശമൂവേൽ ചെറിയ വയസ്സിൽ തന്നെ അവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതായി നമ്മൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ശമൂവേൽ കേട്ട ആ ദൈവശബ്ദം കൊണ്ട് ഏലിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തൻ്റെ മരണപര്യന്തം ശമൂവേൽ മിനിസ്ട്രി ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ, അവൻ്റെ യവനകാലത്ത് തന്നെ ഒരു മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തിയതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് അവൻ്റെ ചേട്ടന്മാർ പറഞ്ഞതിനെ കാണും, നിനക്കിവിടെ എന്താ പരിപാടി, നീ ഇമ്മീഡിയറ്റായിട്ട് പോയി ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുന്നത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ യേശു ക്രിസ്തു 12 വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്നൊരു സംഭവമുണ്ട്. സോ ആ ടൈമിൽ മേരിയും ജോസഫും പോയി ആ യേശുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവർ കാണുന്നത് വലിയ വലിയ ജ്ഞാനികളുമായി ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. സോ നമ്മൾ വേദോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ മിനിസ്ട്രി ചെയ്യാനോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ യാതൊരു വയസ്സും തന്നെ ഇല്ല. അത് നമ്മളായിട്ട് വെക്കുന്ന ചില ഒരു തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളായിട്ട് പറയുന്ന ചില കാരണങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ശിംശോൻ്റെ ജീവിതത്തിലും അവൻ്റെ ചെറു വയസ്സിൽ തന്നെ അവൻ ഫെലിസ്ത്യരുമായുള്ള ഫെലിസ്ത്യരെ എതിർക്കണം എന്നുള്ള ആ മൈൻഡ് വന്നതായി. എന്ന് വെച്ചാൽ അവൻ്റെ യവനകാലത്ത് തന്നെ അവരെ ഒപ്പോസ് ചെയ്യാനും അവർക്കെതിരായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും തന്നെ ദൈവാത്മാവ് അവനെ പ്രയോഗിച്ചു എന്ന് നമ്മൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ യെരേമ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ ഞാനൊരു ബാലകനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ വാക്കുകൾ നിൻ്റെ വായിൽ വയ്ക്കുന്നുള്ളൂ എന്ന്
പറഞ്ഞ് അങ്ങനെ വായിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബൈബിളിൽ കാണുന്ന മിക്കപ്പെട്ട ആൾക്കാരും വയസ്സല്ല, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ അവർ വയസ്സ് കണ്ടിട്ടില്ല. പക്ഷേ അവർ ദൈവാത്മാവിന് അവർ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് വളരെ പ്രയോഗ്യമായ വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഈ വയസ്സ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമാവും. എന്താ വെച്ചാൽ എൻ്റെ വയസ്സൊക്കെ കഴിഞ്ഞു മോനെ, ഞാനിനി മിനിസ്ട്രി ഒന്നും ചെയ്യാൻ ആവശ്യമില്ല. എന്ന് വെച്ചാൽ യൂത്തിനെ അല്ലെങ്കിൽ ചെറിയ പിള്ളേരെയാണ് ദൈവം വിളിക്കുന്നത്, എൻ്റെ ആവശ്യമൊന്നും ദൈവത്തിനില്ല എന്ന് സന്തോഷിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല. ആബ്രഹാമിനെ ദൈവം വിളിച്ച് വാഗ്ദത്തങ്ങൾ കൊടുക്കുമ്പോൾ 75 വയസ്സാണ് പുള്ളിക്ക്. അതുപോലെ 100 വയസ്സിൽ പോലും 99 വയസ്സിൽ പോലും ദൈവം നേരിട്ട് വന്ന് ആബ്രഹാമോട് സംസാരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ദൈവത്തിനെയും അല്ലെങ്കിൽ ബൈബിളിനെ അടിസ്ഥാനമായി നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് ഈ വയസ്സിലാണ് നിങ്ങൾ മിനിസ്റ്റർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ വയസ്സിൽ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നോ ദൈവം ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മളാണ് തടസ്സങ്ങളും നമ്മൾ ചില തടുക്കുത്തരങ്ങളും പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറി ജീവിക്കാൻ. സോ നമ്മുടെ ജീവിതത്തിൽ ഏത് വയസ്സിലാണെങ്കിലും ശരി, ഏതൊരു ഘട്ടത്തിലാണെങ്കിലും ശരി, ദൈവത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് വളരെ അത്യാവശ്യം. അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ നിന്നും നമ്മൾ പുറത്തോട്ട് വരാൻ ട്രൈ ചെയ്യാം. നമ്മളെ കൊണ്ടാകുന്നത് ഒരാൾക്ക് ടാസ്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ പറഞ്ഞാൽ പോലും അതൊരു വലിയ ഒരു മിനിസ്ട്രിയായി നമ്മൾ അത് കണക്കാക്കാൻ സാധിക്കും. സോ അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്.